ഇളവയിൽ തഴുകിയിരുമുകുളമിതൾ നീട്ടി ഇതളുകളിൽ നിറകതിര് തൊടുകുറികൾ ചാർത്തി ഇളവയിൽ തഴുകുമൊരു മുകുളമിതൾ നീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. ഡെയിലി ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൈൻമാസ്റ്റർ എന്ന് പറയുന്നൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏകദേശം 80% ആളുകളും ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ യൂസർ ഫ്രണ്ട്ലിയാണ്, സബ്സ്ക്രിപ്ഷൻ ചാർജും കുറവാണ്. കൈൻമാസ്റ്റർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ട്രയൽ വെർഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ട്രയൽ വെർഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 4 മിനിറ്റിന് മേലെ ഉള്ള വീഡിയോ ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല അതിൽ ഏറ്റവും ലോ ക്വാളിറ്റിയിലാണ് നമുക്കത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ടർമാർക്ക് ഉണ്ടാവും, പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. ഞാൻ കൈൻമാസ്റ്ററാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ടോപ്പിലെ ലെഫ്റ്റ് കോർണറിൽ പ്രീമിയം എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയർലി മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് അവിടെ കാണിക്കുന്നതാണ്. അവിടെ ഞാൻ മന്ത്ലി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കും. അവിടെ UPI GPay എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ UPI, അതല്ലെങ്കിൽ GPay, അല്ലെങ്കിൽ ഫോൺപേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലെ ലെഫ്റ്റ് കോർണറിൽ ഒരു പച്ച കളറിൽ ഒരു ടിക്ക് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം ഈ ആപ്ലിക്കേഷൻ പ്രീമിയം ആണെന്നുള്ളതാണ്. കൈൻമാസ്റ്ററിൽ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 16:9 എന്ന ഓപ്ഷനും 9:16 എന്ന ഓപ്ഷനും നമുക്ക് കാണാൻ പറ്റും. ഒരു യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾ കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ പിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. അതല്ല, നിങ്ങളൊരു ഷോർട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോ ആണ് കൈൻമാസ്റ്റർ വഴി എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ഫോൺ പിടിച്ചിട്ട് വേണം വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട്. കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ഫയൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഒരു വീഡിയോയിലേക്ക് എങ്ങനെ MP3 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ആ വീഡിയോയിലേക്ക് എങ്ങനെ നമ്മുടെ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റും എന്നുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഈ സെലക്ട് ചെയ്ത വീഡിയോ ഇന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തു നിന്നും അവസാന ഭാഗത്തു നിന്നും കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏരോ ഇട്ട് കാണിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് ട്രിം ചെയ്ത് കളയേണ്ടത്. അതിന് ആ ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവും. ട്രിം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ അതിനകത്ത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ലെഫ്റ്റ്, ട്രിം റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും. എനിക്ക് ട്രിം ലെഫ്റ്റാണ് അടിക്കേണ്ടത്. അപ്പോൾ ആ ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ട്രിമ്മായി പോയിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡ് ട്രിം ചെയ്ത് കളയണം. അപ്പോൾ എവിടുന്ന് മുതലാണ് നമുക്ക് ട്രിം ചെയ്ത് കളയേണ്ടത്, അവിടെ നമ്മൾ ആ സ്കൈസർ വെച്ചതിന് ശേഷം വീണ്ടും ഫയൽ സെലക്ട് ചെയ്യുക. ട്രിം സ്പ്ലിറ്റ് അടിക്കാം. അതിൽ നിന്ന് ട്രിം റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു ഭാഗം ട്രിമ്മായി പോകുന്നതാണ്. നമുക്കിനി ആ വീഡിയോ ഒന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഫയലിൻ്റെ സ്പീഡ് ഒന്ന് കുറക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഈ വീഡിയോ ഫയൽ ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ വരും. അതിനകത്തുനിന്ന് സ്പീഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഏത് സ്പീഡാണോ നമുക്ക് വേണ്ടത് ആ സ്പീഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അങ്ങനെ സ്പീഡ് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഭാഗം നമുക്കൊന്ന് കാണാം. നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സൊക്കെ ഇതിനകത്ത് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്സർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് 100% എന്നുള്ളത് മാറ്റിയിട്ട് 0ലേക്ക് ആക്കിയിടുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വോയിസും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിന് ചെറിയൊരു ഫിൽറ്ററൊക്കെ കൊടുക്കുമ്പോൾ ആ പിക്ചറിന് ഭയങ്കര ഒരു ക്വാളിറ്റി നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതിൽ സെലക്ട് ചെയ്തിട്ട് ഏത് ഫിൽറ്ററാണോ നമ്മൾക്ക് ആവശ്യം ആ ഫിൽറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഫയലിൻ്റെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ അതൊക്കെ എങ്ങനെ കൂട്ടുക കുറക്കുക എന്നുള്ളതാണ്. ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇതൊക്കെ നമുക്ക് നമ്മളുടെ സൗകര്യാർത്ഥം കൂട്ടാനും കുറക്കാനും പറ്റുന്നതാണ്. നമ്മളെടുത്ത വീഡിയോക്ക് ഒരു സോങ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ഓഡിയോയിൽ വരിക. ഓഡിയോയിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഫയൽ എവിടെയാണ് കിടക്കുന്നതെങ്കിൽ അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഓഡിയോ ഫയലിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ പ്ലസ് ബട്ടൺ അടിക്കുക. അങ്ങനെ അടിക്കുമ്പോൾ ആ ഓഡിയോ ഫയൽ ആ വീഡിയോ ഫയലിൻ്റെ താഴെ വന്ന് കിടക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓഡിയോ ഫയലിനെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ വീഡിയോ ഫയൽ ലേശം കൂടിയും വലിപ്പം കൂടി. അപ്പോൾ നമുക്കതിനെ ട്രിമ്മിൽ പോയിട്ട് റൈറ്റ് ട്രിം അടിച്ചിട്ട് ട്രിം ചെയ്ത് കളയാം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്തെടുത്ത ഈ സൗണ്ടിൻ്റെ വോളിയം കൂട്ടാനും കുറക്കാനുമായിട്ട് മിക്സർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗ്രാഫ് നമ്മൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്കതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് റെക്കോർഡ് ബട്ടണാണ്. നമ്മളുടെ വീഡിയോക്ക് നമ്മളുടെ ഓൺ വോയിസ് കൊടുക്കാനായിട്ടാണ് ഈ റെക്കോർഡ് ബട്ടൺ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല കൈൻ മാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് എന്നത്. ഈ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.